ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-യിൽ ഓഫറും കാര്യങ്ങളും സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം തന്നെ മാസ്റ്റർ മൊഡ്യൂളിൽ വരിക. അതിൽ നമുക്ക് ഓഫർ എന്നുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓഫർ നമുക്കിവിടെ ലിസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു പുതിയ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫറിൽ പോവുക. ഇനി ഓഫർ നെയിം എന്താണോ അത് നമ്മൾ ഇവിടുന്ന് ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് അതുപോലെ തന്നെ എൻഡ് ഡേറ്റ് ഏതൊരു പീരീഡ് തൊട്ട് ഏതൊരു പീരീഡ് വരെയാണെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇനി നമുക്ക് ഓഫർ ടൈപ്പ് വരുന്നത് ഇപ്പോൾ കറന്റ് പീരീഡ് വൈസ്, ബിൽ വൈസ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ബൈ എൻ ഗെറ്റ് എൻ. അപ്പോൾ ഈ ഒരു പീരീഡ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പീരീഡ് വൈസ് ഓഫർ ടൈപ്പ് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്നുണ്ടെങ്കിൽ കാറ്റഗറി വൈസ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പീരീഡ് വൈസ് ഓഫർ ടൈപ്പിലാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ നിശ്ചയിച്ച ഈ ഒരു പീരീഡിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു ഓഫർ പ്രൈസിലായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് വരുന്നത് ബിൽ വൈസ് ക്വാണ്ടിറ്റി എന്നാണ്. ബിൽ വൈസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ഈ ബിൽ വൈസ് ക്വാണ്ടിറ്റി ഞാൻ 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു 10 പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സെയിം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 3 ക്വാണ്ടിറ്റീസ് വരെ ഈ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസും അതിനുശേഷം വരുന്ന ബാക്കി ഒരു 7 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ പ്രൈസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റിയിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സാധാ ബൈ ആൻഡ് ഗെറ്റ് എൻ. ഇപ്പം നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലാണ് അതിൽ എത്ര ബൈ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പോൾ 2 ആണെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളത് 2 കൊടുക്കുക. അതിനുശേഷം ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്നുള്ളത് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്, അത് എത്ര ക്വാണ്ടിറ്റിയാണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്, അത് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യുക. അതിനുശേഷം ഒന്ന് സബ്മിറ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്കിതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും വരുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടുന്നൊരു പ്രൊഡക്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാനിവിടെ 2 ക്വാണ്ടിറ്റിന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1 എന്ന് കൊടുത്ത് അത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ കാണാം നമുക്ക് ഈ ഒരു ഓഫർ നമ്മളുടെ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓഫറിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് എന്താവും, ആ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിനായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇത്രയാണ് നമുക്ക് ഫുജിഷ്ക ERP-യിൽ ഓഫറിൻ്റെ കാര്യം വരുമ്പോൾ പറയാനുള്ളത്.